Today we will discuss about orthogonal functions and Fourier series. Chapter 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓർത്തോഗണൽ ഫംഗ്ഷൻസും Fourier സീരീസും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഓർത്തോഗണൽ ഫംഗ്ഷൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെക്ടറിൻ്റെ കേസിൽ നമ്മൾ ഓർത്തോഗണൽ ഫംഗ്ഷൻസ് അല്ല ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഓർത്തോഗണൽ ഫംഗ്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന്. അപ്പോൾ വെക്ടർ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടു. അപ്പോൾ വെക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷൻസിൻ്റെ കേസിൽ എന്താണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വെക്ടറിൻ്റെ കേസിൽ ഒന്ന് റീകോൾ ചെയ്യാം. ഇഫ് വെക്ടർ u ഈക്വൽ ടു u1i പ്ലസ് u2j പ്ലസ് u3k ആൻഡ് വെക്ടർ v ഈക്വൽ ടു v1i പ്ലസ് v2j പ്ലസ് v3k are two vectors in R3, then the inner product or dot product of vector u and v is a real number called a scalar defined as u dot v equal to u1 v1 plus u2 v2 plus u3 v3 which is equal to sigma k equal to 1 to 3 uk vk. അപ്പോൾ അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സമ്മാണ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഇനി ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തെടുക്കുക. ഇന്നർ പ്രൊഡക്റ്റിന് ഒരു 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വെക്ടർ യു ഡോട്ട് വി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വെക്ടർ വി ഡോട്ട് യുവിനോട് ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ സെക്കൻഡ് വൺ k ഇൻറ്റു യു ഡോട്ട് വി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു k ഇൻറ്റു വി ഡോട്ട് യു ആയിരിക്കും. k എന്ന് പറയുന്നത് ഒരു സ്കെയിലർ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് യു ഡോട്ട് യു വെക്ടർ യു ഡോട്ട് യു എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇഫ് u ഈക്വൽ ടു 0 ആൻഡ് യു ഡോട്ട് വി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. യു എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെക്ടർ യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് യു ഡോട്ട് ഡബ്ല്യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യുവിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഒരു 4 പ്രോപ്പർട്ടീസ്. വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ 4 പ്രോപ്പർട്ടീസ് ആണ്. ഇനി നമുക്ക് 2 ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യും നോക്കാം. 2 ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ്. Definition ഇതാണ്. The inner product of two functions f1 and f2 on an interval closed interval ab is the number f1 f2 equal to integral a to b f1 of x into f2 of x dx. അപ്പോൾ f1ൻ്റെ f2ൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രൽ a to b f1 of x into f2 of x dx. ഇനി എപ്പോഴാണ് 2 ഫങ്ഷൻസ് ഓർത്തോഗണൽ ആണ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഓർത്തോഗണൽ ഫങ്ഷൻസിൻ്റെ ഡെഫിനേഷനാണ് two functions f1 and f2 are said to be orthogonal on an interval closed interval ab if inner product of f1 f2 equal to integral a to b f1 of x into f2 of x dx എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ നമ്മൾ പറയും ഫങ്ഷൻസ് ഓർത്തോഗണൽ ആണ്. Problem ഇതാണ്. Show that the following functions are orthogonal on the indicated interval. First question, f1 of x equal to x square, f2 x equal to x cube in the interval closed interval minus 1, 1. Second question, f1 of x cos x, f2 of x sin square x, interval closed interval 0 pi. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. Here f1 of x equal to x square and f2 of x equal to x cube ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 1 ലാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അപ്പം ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ്
ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് f1 f2 നമുക്ക് കണ്ടുപിടിക്കാലോ. f2 ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b f1 of x into f2 of x dx ആണ്, which is equal to ഇൻ്റഗ്രൽ a to b എന്ന് പറയുമ്പോൾ ഇവിടെ -1 to 1 f1 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ f2 എക്സ് ക്യൂബ് dx. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. -1 to 1 എക്സ് റേസ് ടു 5നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 6 -1 to 1 വരും. അപ്പോൾ എക്സ് റേസ് ടു 6/6 ഉണ്ടല്ലേ. അപ്പോൾ 1/6 എക്സ് പവർ 6 എന്ന് പറയും. 1 പവർ 6 എന്ന് പറഞ്ഞാൽ എന്ത് തോന്നുന്നു? 1 -1 പവർ 6 എന്ന് പറയുമ്പോൾ 1, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുക അല്ലേ. അപ്പോൾ 0 തന്നെയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? f1ഉം f2ഉം ഓർത്തോഗണൽ ആണെന്ന്. അപ്പോൾ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 കിട്ടിയതുകൊണ്ട് അവ ഓർത്തോഗണൽ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് കോസ് എക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ആൻസർ കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേഷൻ നമുക്കറിയാലോ. അപ്പോൾ അതും ഓർത്തോഗണലാണെന്നാണ് കിട്ടുക. ഇനി ഇതുപോലെ തന്നെ ഒരു ടേമാണ് ഓർത്തോ നോർമൽ സെറ്റ്. അതെന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോർമൽ സെറ്റ്സ് ഓഫ് ഫങ്ഷൻസ്. ഇപ്പോൾ രണ്ട് ഫങ്ഷൻ്റെ കേസിൽ നമ്മൾ ഓർത്തോഗണൽ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണെങ്കിൽ ഈ സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് φ1 of x, φ2 of x, etc. is said to be orthogonal on an interval, closed interval ab if φm, φn equal to അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് φm, φn എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എം എന്നും ഈക്വൽ അല്ലാത്തപ്പോൾ ഏതൊരു φmഉം φnഉം എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ അല്ലാത്ത ഇതിലുള്ള ഏത് φmഉം φnഉം എടുത്ത് ഇന്നർ പ്രൊഡക്റ്റ് കണ്ടാലും എന്ത് വരണം? ഇന്നർ പ്രൊഡക്റ്റ് 0 വരണം. എന്നാൽ നമ്മൾ അതൊരു ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണെന്ന് പറയാം. ഇനി നമ്മൾ നോം എന്താന്ന് കണ്ടിട്ടുണ്ട് അല്ലെ. നോം അല്ലെങ്കിൽ ലെങ്ത്. ദ നോം ഓർ length norm u of a vector u can be expressed in terms of the inner product as inner product of u comma u equal to norm u square. So norm u എന്ന് പറയുന്നത് എന്ത് വരും? root of inner product of u comma u അല്ലേ. യുവിൻ്റെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ റൂട്ടാണ് നോം എന്ന് പറയുന്നത്. അത് ഇതുപോലെ നമുക്ക് ഫംഗ്ഷന്റെ കേസിലും പറയാൻ പറ്റും. φn എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കേസിലും നോം നമുക്ക് ഡിഫൈൻ ചെയ്യാം അല്ലെ. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പൊ സിമിലർലി ദ സ്ക്വയർ നോം ഓഫ് എ ഫംഗ്ഷൻ φn ഈസ് എന്ത് വരും? നോം φn ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? inner product of φn, φn. And norm or generalized length norm φn of x എന്ന് പറയുന്നത് എന്ത് കിട്ടും? which is equal to root of φn, φn. അപ്പോൾ വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ the square norm and norm of a function φn is an orthogonal set φn of x are respectively norm φn of x square equal to inner product ആണ്. അത് ഇന്റഗ്രലിന്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇന്റഗ്രൽ a to b φn സ്ക്വയർ എക്സ് dx. അപ്പം അതുപോലെ നോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് φn, φn ആണ്. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്റഗ്രൽ ഓഫ് a to b φn സ്ക്വയർ ഓഫ് എക്സ് dx. അപ്പം ഇതാണ് നോം എന്ന് പറയുന്നത്.
ഇനി ഓർത്തോനോർമൽ സെറ്റ് എന്താന്ന് പറയാം. ഓർത്തോനോർമൽ സെറ്റ് എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇപ്പം നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകണം ഓർത്തോനോർമൽ സെറ്റ് ഓഫ് ഫങ്ഷൻസ് എന്താണ്. ഇഫ് set of phi n of x is an orthogonal set of functions on the interval closed interval ab with the property that norm phi n of x equal to 1 for n equal to 1, 2, 3 etc. then set of phi n of x is said to be an orthonormal set of functions on the interval closed interval ab. അപ്പോൾ സെറ്റ് ഓഫ് phi n of x എന്ന് വെച്ചാൽ phi 1 of x, phi 2 of x etc. ആ സെറ്റ് ഓർത്തോഗണലും ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നോം 1 ആണെങ്കിൽ, ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുക, സെറ്റ് ഓർത്തോഗണലും അതിൻ്റെ നോം 1 ആണെങ്കിൽ നമ്മൾ പറയും അത് ഓർത്തോനോർമൽ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ്. എല്ലാ സെറ്റിലുള്ള എല്ലാ ഫങ്ഷൻ്റെയും നോം എന്താവണം? 1 ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർത്തോനോർമൽ സെറ്റ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ സെറ്റ് 1 cos x cos 2x etc. is orthogonal on the interval closed interval minus pi comma pi. Find the norms of each function in the above orthonormal set and hence construct an orthonormal set. ഇത് ഓർത്തോനോർമൽ ആണോ ഓർത്തോഗണൽ ആണോ എന്ന് അറിയത്തില്ല. അപ്പൊ ആദ്യം ഓർത്തോഗണൽ ആണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഓർത്തോഗണൽ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യുക? ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ നമ്മൾ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനും കോസ് എൻ എക്സ് എന്ന് ജനറൽ ആയിട്ട് എടുക്കാം. കോസ് 1x കോസ് 2x കോസ് 3x അല്ലേ. അപ്പൊ 1 ആയിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ് ആദ്യം എടുത്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കോസ് എൻ എക്സും കോസ് എം എക്സും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എടുത്തു വെക്കുക. അപ്പൊ ലെറ്റ് phi naught of x equal to 1 and phi n of x equal to cos nx. Then inner product of phi naught phi n equal to integral minus pi to pi phi naught of x into phi n of x dx, which is equal to minus pi to pi 1 into cos nx. cos nx ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? sin nx by n minus pi to pi. sin n pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 0 വരും അല്ലേ. sin n pi minus sin minus n pi എന്ന് വരും ഇവിടെ. അതെന്ത് വരും? 0 for n not equal to 0. അപ്പോൾ ഈ ഇന്നർ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഇനി അടുത്തത് അടുത്ത ഇന്നർ പ്രൊഡക്റ്റ് കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ 1 ആയിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. and for m not equal to n, m not equal to n, phi m phi n തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ്, which means minus pi to pi phi m എന്ന് പറഞ്ഞാൽ cos mx, phi n എന്ന് പറഞ്ഞാൽ cos nx dx. അപ്പൊ നമുക്ക് 2 cos a cos b എന്ന് പറഞ്ഞാൽ cos a plus b plus cos a minus b എന്ന് എഴുതാം അല്ലേ. അപ്പൊ അതിനെ ഇവിടെ നമുക്ക് 2 ഇല്ല. അപ്പൊ അതുകൊണ്ട് 1/2 ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ cos m plus n x plus cos m minus n x dx എന്ന് എഴുതും. റീസൺ ഇതാണ്. 2 cos a cos b equal to cos a plus b plus cos a minus b, which is equal to
ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക 1/2 ഇൻറ്റു കോസ് എം പ്ലസ് എന്നിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ എം പ്ലസ് എൻ എക്സ് ബൈ എം പ്ലസ് എൻ പ്ലസ് സൈൻ എം മൈനസ് എൻ എക്സ് ബൈ എം മൈനസ് എൻ മൈനസ് പൈ ടു പൈ. അപ്പോൾ എം എന്നും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പൈ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഒരു എൻ പൈ 0 ആണ്. ഇവിടെ സൈൻ മൈനസ് എൻ പൈ അതും 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 0. അപ്പോൾ നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റുകൾ രണ്ടും 0 ആണെന്ന് കിട്ടി അല്ലേ? Thus we get inner product of 1 cos nx equal to 0 for all n not equal to 0 and inner product of cos mx cos nx equal to 0 for all m not equal to n and m ഏതൊക്കെയാ? mn equal to 1 2 3 etc. അപ്പോൾ നമുക്ക് in the interval minus pi comma pi, hence the set 1 cos x cos 2x etc. is orthogonal on the interval, is orthogonal on the interval closed interval minus pi comma pi. അപ്പോൾ നമുക്ക് ഓർത്തോഗണൽ ആണ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓർത്തോ നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓർത്തോ നോർമൽ ആയിട്ടുള്ള സെറ്റ് ഫോം ചെയ്യണം. അപ്പം അതിനായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ നോമുകൾ കണ്ടുപിടിക്കുക. 5 5 1 5 2 എക്സെട്ര അതിൻ്റെ നോമുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ഓർത്തോ നോർമൽ ആണോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ നോമ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓർത്തോ നോർമൽ സെറ്റ് കിട്ടും. അപ്പോൾ ആദ്യം നോം 5 ഓഫ് എക്സ് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ 5 സ്ക്വയർ എക്സ് ഡി എക്സ്. 5 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് പൈ ടു പൈ 1 ആണ്. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് വരും. മൈനസ് പൈ ടു പൈ ചെയ്യുമ്പോൾ പൈ മൈനസ് മൈനസ് പൈ എന്ന് പറഞ്ഞാൽ 2 പൈ. അപ്പോൾ നോമ് 1 അല്ല കിട്ടിയത്, നോമ് 1 അല്ല. അതുകൊണ്ട് ഇത് ഓർത്തോനോമൽ സെറ്റ് അല്ല. ഇനി എന്ത് ചെയ്യാം? അടുത്തത് 5 ഓഫ് എക്സ് അതിൻ്റെ നോമ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ 5n സ്ക്വയർ ഓഫ് എക്സ് ഡി എക്സ്. 5n എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ്. കോസ് സ്ക്വയർ എൻ എക്സിനെ നമുക്ക് മാറ്റി എഴുതാം. 1/2 1 പ്ലസ് കോസ് 2 എൻ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ 1 പ്ലസ് കോസ് 2 എൻ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു എക്സ് പ്ലസ് കോസ് 2 എൻ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ 2 എൻ എക്സ് ബൈ 2n മൈനസ് പൈ ടു പൈ. ഇവിടെ എക്സിന് പൈ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? പൈ മൈനസ് മൈനസ് പൈ എന്ന് വരും. അപ്പം ഇവിടെ 2 പൈ ഡിവൈഡഡ് ബൈ 2 എന്ന് വരുമ്പോൾ പൈ വരും. ഇനി അടുത്തത് 1/2 ഇൻറ്റു സൈനാണെങ്കിൽ കൊടുക്കുന്ന ഇവിടെ 0 വരും. അപ്പോൾ പൈ ആണ് ഇവിടെ നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ നോം 5n ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? റൂട്ട് പൈ ഫോർ n ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ ഇനി ഓർത്തോഗണൽ സെറ്റ് ഓഫ് നോൺ സീറോ ഫങ്ഷൻസ് 5n ഓഫ് എക്സ് n equal to 0 1 2 3 etc. can be normalized by dividing each functions by its norm. അപ്പോൾ ഇത് നോർമലൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നോർമലൈസ് ആയിട്ടുള്ള സെറ്റ് കിട്ടും. ഹെൻസ് ദ സെറ്റ്
1ന്റെ നോം √2π വരും. കോസ് എക്സിൻ്റെ ആണെങ്കിൽ √π, കോസ് 2x ആണെങ്കിലും √π. അപ്പൊ ഈ സെറ്റ് എന്ന് പറയുന്ന ഓർത്തോനോർമൽ സെറ്റ് ആണ് അല്ലേ. ദ സെറ്റ് എഴുതുക ഈസ് ഓർത്തോനോർമൽ ഇൻ ദ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ -π, π. അപ്പൊ ഇങ്ങനെയാണ് ഓർത്തോനോർമൽ സെറ്റ് നമ്മൾ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സപ്പോസ് set phi n of x be an infinite orthogonal set of non-zero functions on an interval closed interval a b. For any integrable function f of x defined on the interval closed interval a b, we can write f of x equal to c naught into phi naught of x plus c1 into phi 1 of x plus etc. plus cn into phi n of x plus etc. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഈ ഫൈ എന്നിൻ്റെ ടേമിൽ എഴുതി. സി നോട്ട് c1 അതൊക്കെ കോഎഫിഷ്യൻറ്റുകളാണ്. n എന്ന് പറയുന്നത് 0 1 2 3 എക്സെട്ര അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കോഎഫിഷ്യൻറ്റിനെ കണ്ടുപിടിക്കണം. അത് ഇന്നർ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ കോഎഫിഷ്യൻറ്റിനെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇക്വേഷൻ 1നെ നമ്മൾ എന്ത് ചെയ്യാം, phi m of x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 by phi m of x and integrating over the interval closed interval a b. എന്നിട്ട് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ a to b f of x into phi m of x dx. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് പുറത്തെടുക്കുകയാണ്. സി നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ a to b phi naught of x into phi m of x dx plus c1 into integral a to b phi 1 of x into phi m of x dx plus etc. plus cn into integral a to b phi n of x into phi m of x dx plus etc. നമുക്കറിയാം ഇത് ഇന്നർ പ്രൊഡക്റ്റുകളാണ് അല്ലേ. അപ്പോൾ സി നോട്ട് ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ നോട്ട് ഫൈ എം പ്ലസ് c1 phi 1 phi m plus etc. plus cn phi n phi m plus etc. ഇതിനെങ്ങനെ മാറ്റി എഴുതി. സിൻസ് phi n of x is an infinite orthogonal set of non-zero functions, we get inner product of phi n comma phi m equal to 0 for m not equal to n അല്ലേ. അപ്പോൾ inner product of phi n ഉം phi m ഉം equal to 0 for all n not equal to m. അപ്പോൾ ഇവിടെ n ഉം m ഉം ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇതൊക്കെ 0 ആവും. ആൻഡ് n ഉം m ഉം ഈക്വൽ ആവുമ്പോൾ എന്ത് വരും, ആൻഡ് phi m ന്റെ ഇന്നർ പ്രൊഡക്റ്റ് നോം phi n of x ആവും. എക്സിന്റെ സ്ക്വയർ ആവും. എപ്പോഴാ അത് 0 ആയിരിക്കില്ല ഒരിക്കലും, ഫോർ m ഈക്വൽ ടു n ആവുമ്പോൾ. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാം. ഹെൻസ് ദ എബവ് ഇക്വേഷൻ ബിക്കം integral a to b f of x into phi m of x dx നെ നമുക്ക് ജസ്റ്റ് മാറ്റി എഴുതിയാൽ എങ്ങനെ വരും നോക്കാം. ബാക്കിയെല്ലാം 0 ആവും. m n ഈക്വൽ ആവുമ്പോൾ മാത്രമുള്ള വാല്യൂ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സി എൻ phi n phi n അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം 0 ആയിപ്പോയല്ലോ. അപ്പോൾ നോം phi n of x സ്ക്വയർ എന്ന് എഴുതി. ഇതിൽ നമുക്ക് സി എൻ കണ്ടുപിടിക്കാമല്ലോ. സി എൻ എന്ന് പറയുന്നത് എന്ത് വരും, 1 by നോം phi n of x സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി. ഇവിടെ ഇപ്പോൾ phi n ആവും. f of x ഇൻറ്റു phi n of x dx ആവും.
Cn എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? f, phi n ന്റെ ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ? വിച്ച് ഈസ് ഈക്വൽ ടു inner product of f, phi n by norm phi n of x square. അപ്പോൾ സി എൻ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. നമുക്ക് എഫ് ഓഫ് എക്സിനെ ജസ്റ്റ് മാറ്റി എഴുതാം. എഫ് ഓഫ് എക്സിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ സി എൻ കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മൾ എഴുതാൻ പോവാണ്. Therefore f of x equal to sigma n equal to 0 to infinity Cn എന്ന് പറയുന്നത് f, phi n divided by phi n of x ന്റെ norm square into phi n of x. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എഫ് ഓഫ് എക്സിൻ്റെ സീരീസ് എക്സ്പാൻഷൻ നമ്മളപ്പോൾ ആ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഫംഗ്ഷൻ എന്താന്ന് ഡിഫൈൻ ചെയ്യാം. ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഫംഗ്ഷൻ, ഒരു വെയിറ്റ് ഫംഗ്ഷൻ ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ എന്താന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. A set of real valued functions phi naught of x, phi 1 of x, phi 2 of x, etc. is said to be orthogonal with respect to a weight function w of x on an interval closed interval ab if integral a to b w of x into phi m of x into phi n of x dx equal to 0 for m not equal to m. അപ്പോൾ ഈ phi m of x ന്റെയും phi n of x ന്റെയും ഇന്നർ പ്രൊഡക്റ്റ് 0 അല്ല കിട്ടുന്നതെങ്കിൽ ഒരു ഡബ്ല്യു ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ ഡബ്ല്യു ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഇൻ്റഗ്രൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു പ്രോബ്ലം ചെയ്തായിരുന്നു നേരത്തെ 1 cos x cos 2x എക്സെട്ര. അപ്പോൾ അവിടെ അത് ഓർത്തോഗണൽ ആണ്, അതുകൊണ്ട് അവിടുത്തെ വെയിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു ദ വെയിറ്റ് ഫംഗ്ഷൻ w of x equal to 1 എന്ന് പറയാം അവിടെ. ഇനിയിപ്പോൾ ഓർത്തോഗണൽ അല്ലാത്ത സെറ്റുകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓർത്തോഗണൽ ആവുമോ എന്ന് നോക്കുക. അപ്പോൾ ആ ഫംഗ്ഷനെയാണ് നമ്മൾ വെയിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കോഎഫിഷ്യന്റ് സി എൻ എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഈ വെയിറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ആ കോഎഫിഷ്യന്റ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ if set phi n of x is orthogonal with respect to a weight function. അപ്പോൾ ഇങ്ങനെയാണെന്ന് ചോദിക്കുക. ഓർത്തോഗണൽ അല്ല, ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് വെറും ഓർത്തോഗണൽ സെറ്റ് അല്ല, ഈസ് ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു എ വെയിറ്റ് ഫംഗ്ഷൻ ഡബ്ല്യു ഓഫ് എക്സ് ആണെങ്കിൽ ഓൺ ദ ഇന്റർവൽ ക്ലോസ്ഡ് എ ബി. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 ബൈ ഡബ്ല്യു ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ്. അപ്പോൾ ഇക്വേഷൻ 1നെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ 1നെ ഡബ്ല്യു ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പം നമുക്ക് സി എൻ എന്ന് പറയുന്നത് കേട്ടു. ദെൻ വി ഗെറ്റ് സി എൻ ഈക്വൽ ടു 1 ബൈ ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ സ്ക്വയർ ഓഫ് എക്സ്. മറ്റേ നമുക്ക് ഇതിനെ നോം എന്ന് എഴുതായിരുന്നു, പക്ഷെ ഇവിടെ എഴുതാൻ പറ്റില്ല. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡബ്ല്യു ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് സി എൻ എന്ന് പറയുന്നത് എന്ത് വരും? ഇത് മുകളിലുള്ളത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് കോമ ഡബ്ല്യു ഫൈ എൻ ആണ്. താഴെയുള്ളത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ കോമ ഡബ്ല്യു ഫൈ എൻ ആണ്. അപ്പോൾ നമുക്ക് സി എന്നിനെ ഇങ്ങനെ മാറ്റി എഴുതാം അല്ലേ? അപ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ആ സീൻ വെച്ചിട്ട് ഇനി എഫ് ഓഫ് എക്സിന് എഴുതാലോ. അപ്പോൾ ഹെൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ n equal to 0 to infinity f comma w phi n by phi n comma w phi n. അപ്പോൾ ഓർത്തോഗണൽ ആണോ, ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഓർത്തോഗണൽ വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇതായിരിക്കും. ഓർത്തോഗണൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് മുന്നേ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 2 ആയിരിക്കും. ഇത് ഇക്വേഷൻ നമ്പർ 3.
For the series expansion of f of x given by equation 2 or equation 3 is said to be an orthogonal series expansion of f or generalized Fourier series. അപ്പോൾ അതിനെ orthogonal series expansion എന്ന് പറയും. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 2-ലുള്ളതിന് generalized Fourier series എന്നും പറയുന്നത്. അപ്പോൾ ഓർത്തോഗണൽ അല്ലാത്തതിന് വെയിറ്റ് ഫംഗ്ഷൻ വെച്ച് ഓർത്തോഗണൽ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ജനറലൈസ്ഡ് ഫോറിയർ സീരീസ് എന്ന് പറയും ഈ എഫ് ഓഫ് എക്സിന്. ഇനി ഒരു ടേമും കൂടി ഉണ്ട്. എപ്പോഴാണ് ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് എന്ന് പറയുന്നത്? ഒരു ഓർത്തോഗണൽ സെറ്റ് എപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആണ് എന്ന് പറയാം? ഇപ്പൊ ഡെഫിനിഷൻ ആണ്, an orthogonal set of non-zero functions is said to be complete if the only continuous function orthogonal to each member of the set is the zero function. അപ്പോൾ ഒരു സെറ്റിലെ ഓരോ എലമെന്റും ആയിട്ടും ഓർത്തോഗണൽ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ സീറോ ഫംഗ്ഷൻ മാത്രമാണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ പറയും കംപ്ലീറ്റ് എന്ന് പറയും. അത് ആ ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് എന്ന് പറയും. സീറോ ഫംഗ്ഷൻ മാത്രമേ ഓർത്തോഗണൽ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഫൊറിയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞതുപോലെ ഫൊറിയർ സീരീസ് ആദ്യം തൊട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളത് ജനറൽ ആയിട്ടുള്ള ഒരു പീരീഡ് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് 2π പീരീഡ് ഉള്ള ഫൊറിയർ സീരീസ് ആണ്. അതിനുശേഷം പിന്നീട് ജനറലൈസ്ഡ് ആയിട്ട് പറയാം. അപ്പോൾ 2π പീരീഡ് ഉള്ള ഫൊറിയർ സീരീസിൻ്റെ ഫോർമുലയൊക്കെയാണ് ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യുന്നത്. അതിനുശേഷം ജനറൽ ആയിട്ടുള്ളത് പറയാം. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ആദ്യം 2πൻ്റെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ളത് മനസ്സിലാവും. അപ്പോൾ ഫൊറിയർ സീരീസ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിനൊക്കെ നല്ലപോലെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക ക്ലാസ്സിൽ.